PFI ഭീകരർ നടത്തിയ അരും കൊലകളിലൊന്നായ അഭിമന്യു വധക്കേസിൽ പ്രാരംഭവാദം ജൂൺ 9 ആരംഭിക്കും. സെപ്റ്റംബറിൽ പൂർത്തിയാക്കേണ്ട വിചാരണ വൈകുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധിക്ക് ശേഷം വിചാരണ നടപടികൾ വേഗത്തിലാകും. കൊലപാതകം നടന്ന് 7 വർഷമാകാറാകുമ്പോഴാണ് കേസ് വിചാരണയിലേക്കെത്തുന്നത്. PFI ഭീകരവാദികൾ വിദ്യാർത്ഥികൾക്ക് നേരെയും കൊലക്കത്തി ഉയർത്തിയതായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി അഭിമന്യുവിന്റെ കൊലപാതകം. കോളേജിലെ കിഴക്കേ കവാടത്തിലെ ചുവരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു 2018 ജൂലൈ 2 പുലർച്ചെ 12:45 അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത്. SFI പ്രവർത്തകനായ അഭിമന്യുവിനെ PFIയുടെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദി സംഘമാണ് കുത്തിയത്. പുറത്തുനിന്നുള്ള PFI സംഘവും ആക്രമണത്തിനെത്തിയിരുന്നു. 2022 സെപ്റ്റംബറിൽ PFI നിരോധനത്തിന് കാരണമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം. 2020 സെപ്റ്റംബറിൽ വിചാരണ ആരംഭിക്കാനിരുന്നെങ്കിലും പല കാരണങ്ങളാലും വിചാരണ കോടതിയിലെ മറ്റു കേസുകളുടെ ബാഹുല്യവും വിചാരണ വൈകിച്ചു. 2022 നവംബറിൽ ആരംഭിക്കാനിരുന്നെങ്കിലും നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അഭിമന്യു കേസ് വീണ്ടും വൈകിച്ചു. 16 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. 125 സാക്ഷികളാണ് കേസിലുള്ളത്. വിചാരണ നീണ്ട കേസിൽ കുറ്റപത്രമടക്കം പ്രധാന രേഖകൾ വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു. ജനം, കൊച്ചി.